ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു കുറഞ്ഞ ദിവസം എന്നുള്ളത് NDAക്കൊരു ഇല്ല, ഞങ്ങളെ സംബന്ധിച്ച് തീയതി ഒരു പ്രശ്നമേ അല്ല. കാരണം ഞങ്ങളെ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ തന്നെ ഞങ്ങൾ സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പ്രചാരണത്തിന്റെ ദൃഷ്ടിയിലുമെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. NDA അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗികമായ ലോഞ്ച് കൊച്ചിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നതോടുകൂടി ആയി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാത്തിനും എന്താ പറയുക, എല്ലാം സെറ്റായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 0 നിയമസഭയിൽ. അതിന് കഴിഞ്ഞ എത്ര വെള്ളം ഒഴുകിപ്പോയില്ല. അതിനുശേഷം ലോക്സഭ ഇലക്ഷൻ വന്നു, ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു, ഞങ്ങൾക്കൊരു MP കിട്ടി, ഞങ്ങൾക്കൊരു മേയറെ കിട്ടി. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണിയായിട്ട് ഇതിനോടകം NDA മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2024 ഞങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് താമരയിൽ ഒരു MP ജയിച്ചു. 2025 LDFന് കിട്ടിയതുപോലെ ഒരു കോർപ്പറേഷൻ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് NDA മാറിക്കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതിൻ്റേതായിട്ടുള്ള ജനവിധിയായിരിക്കും. ജനങ്ങൾ പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിനനുസരിച്ച് കേരളത്തിൽ വിധി എഴുതും. മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് കേരളത്തിൽ അംഗീകാരം കിട്ടാൻ പോകുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഇനി K. സുരേന്ദ്രനോടുള്ള ഒരു ചോദ്യമാണ്. അതായത് കഴിഞ്ഞ തവണ 2 മത്സരിച്ചത്. പക്ഷേ അതിനുശേഷം ഒരുപാട് ട്രോളുകളൊക്കെ വരേണ്ടി വന്നു. പക്ഷേ ഇക്കുറി അതൊക്കെ മാറ്റുണ്ടാവും. അല്ല, 2 പരാജയപ്പെട്ടത് ചെറിയ വോട്ടുകൾക്കാണെന്ന് നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പല്ലല്ലോ, 5 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ BJP കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കും സംശയമില്ല, ഞങ്ങൾക്കും സംശയമില്ല, മാധ്യമപ്രവർത്തകർക്കും അത്ര സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതായിരിക്കും BJPയുടെ പ്രധാന മുദ്രാവാക്യം ഇത്തവണ? അല്ല, വികസിത കേരളം എന്നുള്ള ഒരു ശരിയായ കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മാത്രമേ മുമ്പോട്ട് വെക്കുന്നുള്ളൂ. 7 പതിറ്റാണ്ട് കാലം LDFും UDFും കേരളത്തെ ഭരിച്ചു മുടിച്ചു. അവർ രണ്ടല്ല ഒന്നാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എല്ലാ സുപ്രധാനമായ രാഷ്ട്രീയ വിഷയങ്ങളിലും LDFനും UDFനും ഒരേ നിലപാടാണ്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും വികസന വിരുദ്ധ സമീപനമായാലും കേരളത്തിന്റെ തകർച്ച, സാമ്പത്തിക തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലും തുല്യ ഉത്തരവാദിത്തമാണ് LDFനും UDFനും ഉള്ളത്. അഴിമതി, സ്വജനപക്ഷപാതം, വികസന വിരുദ്ധ മനോഭാവം, വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുപിടും, ഇതെല്ലാത്തിലും LDFും UDFും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അവർക്ക് നിർവഹിച്ചിട്ടുള്ളത്. പ്രധാന സീറ്റുകൾ എല്ലാ സീറ്റുകളും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ഞങ്ങൾ 140 മണ്ഡലത്തിലും NDA കക്ഷികൾ അത് പ്രധാനപ്പെട്ട സീറ്റുകൾ തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ സീറ്റിലും തുല്യമായ രീതിയിലാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അങ്ങനെ ഒരു ക്ലാസ് A ക്ലാസ് B ക്ലാസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല.